എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡിസംബർ മാസം മുതൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം റിസർവ് ബാങ്ക് അടിസ്ഥാന പലിശ നിരക്കിൽ ഡിസംബർ 5 മുതൽ 0.25% കുറവ് വരുത്തിയിരിക്കുകയാണ്. ഇതോടെ റീപ്പോ നിരക്ക് 5.5% നിന്ന് 5.25% കുറയുന്നതിനാൽ ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്കിൽ കുറവുണ്ടായിരിക്കുന്നതാണ്. വായ്പകളുടെ പ്രതിമാസ തിരിച്ചടവ്, അതായത് EMI തുകയോ അല്ലെങ്കിൽ തിരിച്ചടവ് കാലയളവോ കുറയുന്നതാണ്. പുതിയ ഫിക്സഡ് നിക്ഷേപങ്ങളുടെ പലിശയും ഇതിനാനുപാതികമായിട്ട് കുറയുന്നതാണ്. പുതിയ നിക്ഷേപങ്ങൾക്കും നിലവിലുള്ളതിൻ്റെ കാലാവധി തീരുമ്പോൾ പുതുക്കുമ്പോഴാണ് പുതിയ പലിശ നിരക്ക് ബാധകമാകുന്നത്. ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ഡിസംബർ മുതൽ ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും നിങ്ങളുടെ വായ്പയുടെ പലിശ നിരക്കുകൾ കുറയുന്നതാണ്. അതുപോലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നിരക്കുകളും തുടങ്ങുമ്പോഴേ നിലവിലുള്ളത് പുതുക്കുമ്പോഴോ കുറയുന്നതാണ്. മറ്റൊന്ന്, ക്രെഡിറ്റ് സ്കോറുമായി ബന്ധപ്പെടുത്തി കരട് മാർഗരേഖയും റിസർവ് ബാങ്ക് ഡിസംബർ ആദ്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപ്രകാരം പുതുക്കിയ ക്രെഡിറ്റ് സ്കോർ അപ്ഡേഷൻ 2026 ഏപ്രിൽ 1 മുതൽ അതിവേഗം നടപ്പിലാക്കുന്നതാണ്. കഴിഞ്ഞ വർഷം വരെ മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ വായ്പാ വിവരങ്ങൾ സിബിൽ സ്കോർ പോലുള്ള ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളുമായിട്ട് പങ്കുവച്ചിരുന്നത്. ഇത് കഴിഞ്ഞ ജനുവരി 1 മുതൽ 2 ആഴ്ചയായിട്ട് സമയപരിധി നിശ്ചയിക്കപ്പെട്ടിരുന്നു. പുതിയ കരട് ചട്ടം അനുസരിച്ച് ഓരോ ആഴ്ചയും ഇനി ഈ പങ്കുവയ്ക്കൽ നടക്കേണ്ടതാണ്. ഫലത്തിൽ സിവിൽ സ്കോർ പോലുള്ള ക്രെഡിറ്റ് സ്കോറുകൾ ഓരോ ആഴ്ചയും പരിഷ്കരിക്കപ്പെടുന്നതാണ്. അതായത് ഒരു വായ്പ അടച്ചു തീർന്നാൽ അത് ക്രെഡിറ്റ് സ്കോറിൽ പ്രതിഫലിക്കുവാൻ ഇനി ഒരാഴ്ച മതിയായിരിക്കും. തിരിച്ചടവിൽ വീഴ്ച വരുത്തിയാലും അപ്ഡേഷൻ വേഗത നടക്കുമെന്നാണ് ചുരുക്കം. ഓരോ മാസവും 14, 21, 28 തീയതികളിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള വായ്പാ വിവരങ്ങളാണ് സിബിൽ പോലുള്ള ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളുമായിട്ട് ബാങ്കുകൾ പങ്കുവയ്ക്കുന്നത്. മറ്റൊരു അറിയിപ്പ്, സാധാരണക്കാർ കൂടുതൽ ആശ്രയിക്കുന്ന സഹകരണ ബാങ്ക് വായ്പകളുടെ പരിധി കൂട്ടിയിരിക്കുകയാണ്. സഹകരണ ബാങ്കുകൾക്കും സംഘങ്ങൾക്കും നൽകാവുന്ന ഉയർന്ന വായ്പ 75 ലക്ഷം രൂപയിൽ നിന്ന് 1 കോടി രൂപയായിട്ട് ഉയർത്തിയിരിക്കുകയാണ്. വിവിധ വിഭാഗം വായ്പകളുടെ പരിധിയും ഉയർത്തിയിട്ടുണ്ട്. ഓരോ വിഭാഗത്തിലും നൽകാവുന്ന പരമാവധി വായ്പാ തുക ഇനി മുതൽ ഇനി പറയുന്ന അത്രയുമായിരിക്കും. സ്വയം തൊഴിലിനായിട്ട് 15 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നതാണ്. വ്യവസായം തുടങ്ങുന്നതിനായിട്ട് 50 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നതാണ്. സ്വർണ്ണപ്പണയത്തിന് 50 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്നതാണ്. വിദ്യാഭ്യാസ ലോണിനായിട്ട് 30 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ്. വിവാഹത്തിന് 10 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ്. വീട് നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ്. ചികിത്സ, മരണാനന്തര കാര്യങ്ങൾക്ക് എന്നിവയ്ക്കായിട്ട് 2 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. വിദേശ ജോലികൾക്കായിട്ട് 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. വാഹനം വാങ്ങുന്നതിനായിട്ട് 30 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. ഹെവി വാഹനങ്ങൾ വാങ്ങുന്നതിനായിട്ട് 50 ലക്ഷം രൂപയും വായ്പ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലഘുവായ്പയായിട്ട് 25 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ്. വീട് നിർമ്മിക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനായിട്ട് 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. 100 കോടി രൂപയ്ക്ക് മുകളിൽ നിക്ഷേപമുള്ള ബാങ്കിനും സംഘത്തിനുമാണ് 1 കോടി രൂപ വരെ വായ്പ നൽകുവാൻ അനുമതി ഉണ്ടായിരിക്കുന്നത്. 100 കോടി വരെയെങ്കിൽ പരമാവധി 75 ലക്ഷം രൂപയാണ്. പ്രാഥമിക സഹകരണ സംഘങ്ങൾ, ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കുകൾ എന്നിവയ്ക്ക് അംഗങ്ങളുടെ പരസ്പര ജാമ്യത്തിൽ 50,000 രൂപ വരെ വായ്പ നൽകാവുന്നതാണ്. വസ്തുവോ ശമ്പള സർട്ടിഫിക്കറ്റോ ജാമ്യമായി അതോടൊപ്പം തന്നെ കർഷകേതര വായ്പകൾ 10 ലക്ഷം രൂപ വരെ നൽകാവുന്നതാണ്. വായ്പ നൽകുന്ന ജാമ്യ വസ്തുവിന്റെ മൂല്യനിർണ്ണയം കൃത്യമായിട്ട് നടത്തണമെന്നും സഹകരണ രജിസ്റ്റർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്തത്, 10 വർഷം പൂർത്തിയായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിൽ KYC പുതുക്കണമെന്നും അല്ലാത്തപക്ഷം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. KYC നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ ക്ഷേമ പെൻഷനായിട്ടും സബ്സിഡി ആയിട്ടും എത്തുന്ന തുകയടക്കം പിൻവലിക്കുവാൻ സാധിക്കുന്നതല്ല. ചെക്കുകൾ മടങ്ങുന്നതിനും ഇടയാക്കുമെന്നും നേരത്തെ അറിയിപ്പുകൾ വന്നിരുന്നു. ബാങ്കിലെത്തി ഫോട്ടോ, ആധാർ, പാൻ കാർഡ് എന്നിവ നൽകിയാണ് KYC പുതുക്കേണ്ടത്. വീടുകളിലേക്ക് ലെറ്ററായോ ഫോണിൽ SMS ആയിട്ടോ KYC അപ്ഡേഷൻ ചെയ്യുവാൻ നിർദ്ദേശം വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം പൂർത്തീകരിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.